രാജാധിപത്യം കഴിഞ്ഞ് ഏകാധിപത്യത്തിൻ്റെ രീതിയിലേക്ക് ജനാധിപത്യ ഭരണകൂടങ്ങൾ മാറുന്ന പുതിയ കാലത്തെ കെട്ട കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഏകഛത്രാധിപതികളായി ആളുകൾക്ക് കിറ്റ് കൊടുത്തും ആളുകളെ ബുദ്ധിമുട്ടിച്ചും എങ്ങനെയെങ്കിലുമൊക്കെ ജനങ്ങളെ കൂടെ നിർത്താം. ജനാധിപത്യം വേണ്ട, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വേണ്ട, അല്ലെങ്കിൽ സഹിഷ്ണുത വേണ്ട, സുതാര്യത വേണ്ട എന്ന് ചിന്തിക്കുന്ന പുതിയ കാലത്താണ് നമ്മൾ. ഞാൻ ഒരു ഭരണകൂടത്തെയോ ഒരു വ്യക്തിയല്ല പറയുന്നത്. നമ്മുടെ പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ജനങ്ങൾക്ക് വികസനം കൊടുത്താൽ അല്ലെങ്കിൽ ക്ഷേമകാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് വേദന കൊടുത്താലും പ്രശ്നമില്ല. അരി വില കൂട്ടിയാൽ കുഴപ്പമില്ല, ടാക്സിൻ്റെ വില കൂട്ടിയാൽ കുഴപ്പമില്ല, വെളിച്ചെണ്ണ വില കൂട്ടിയാൽ കുഴപ്പമില്ല, എന്ത് പീഡനം, അതുപോലെ പത്രക്കാരെ പീഡിപ്പിച്ചാൽ കുഴപ്പമില്ല, കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, എന്തും ചോദിക്കാം, പക്ഷെ ആനുകൂല്യം കൊടുത്താൽ മതി. ഇതിന് സമാനമായ ഒരു ഭരണകൂട വ്യവസ്ഥ, ഇതിന് സമാനമായ ഒരു ഭരണാധിപൻ്റെ ചിന്ത ചരിത്രത്തിൽ കിടപ്പുണ്ട്. അത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും, വളരെ മനോഹരമായിരിക്കും. സ്റ്റാലിൻ, നമുക്ക് സ്റ്റാലിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ സോവിയറ്റ് റഷ്യയും സ്റ്റാലിൻ്റെ ഭരണവും സ്റ്റാലിൻ കൊന്ന ആളുകളെയും അയാളുടെ ഇരുമ്പ് മറ പോലത്തെ ഉള്ള ഭരണമെല്ലാം നമുക്ക് ഓർമ്മ വരും. ഏകാധിപതിയായിരുന്നു. മുസോളിനി, ഹിറ്റ്ലർ പോലെ തന്നെ സ്റ്റാലിൻ ഏകാധിപതിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പാർലമെൻറ്റിൽ ഒരു ജീവനോടൊരു കോഴിയെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ കോഴിയെ കൊടുത്തു. ആ കോഴിയുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ഓരോ പൂടയായിട്ട് പറിച്ചു കളഞ്ഞു. അദ്ദേഹം ക്യാപ്റ്റനും കൂടെ ആണല്ലോ, അദ്ദേഹം ആർമിയുടെ ആളാണല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പൂട ഓരോന്നായിട്ട് പറിച്ചു കളഞ്ഞിട്ട് പൂടരഹിതമായിട്ട് കംപ്ലീറ്റ് പൂടയും പറിച്ചു കളഞ്ഞിട്ട് തൂവലൊന്നും ഇല്ലാത്ത രീതിയിൽ കോഴിയെ താഴെ നിർത്തും. മരണവെപ്രാളം കൊണ്ട് കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ കുറച്ച് ധാന്യമണി കൊണ്ടുവരാൻ പറയും. അവിടുത്തെ ധാന്യമണി, സോവിയറ്റ് റഷ്യയിലെ ധാന്യമണി കൊണ്ടുവന്നതിന് ശേഷം അത് കുറച്ച് ധാന്യമണി കോഴിയുടെ കുറച്ച് അപ്പുറത്തോട്ട് നിൽക്കുന്ന കോഴിയുടെ ഫ്രണ്ടിൽ ഇടുമ്പോൾ അത് ആവേശത്തോടെ കഴിച്ചിട്ട് ഇനിയും ഉണ്ടോ എന്നുള്ള നിലയിൽ ഇങ്ങനെ നാല് ചുറ്റും നോക്കുമ്പോൾ സ്റ്റാലിൻ തൻ്റെ കയ്യിലിരിക്കുന്ന ബാക്കി മരിമണി തൻ്റെ കാലിൻ്റെ തൊട്ടടുത്തിടും. അപ്പോൾ വളരെ ആവേശത്തോടുകൂടി അരിമണി താഴെ വീഴുന്ന കാണുമ്പോൾ വളരെ ആവേശത്തോടു കൂടി ആ കോഴി വന്ന അരിമണി തിന്നും. ഇതെല്ലാം കഴിഞ്ഞ് കോഴിയെ കൊണ്ട് പുറത്തുവിടാൻ പറഞ്ഞതിന് ശേഷം, കൊണ്ടുപോകാൻ പറഞ്ഞതിന് ശേഷം കൃത്യമായി സ്റ്റാലിൻ പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്. സ്റ്റാലിന് പക്ഷെ അവിടെ തെറ്റി എന്നുള്ളതാണ്. ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് സ്റ്റാലിനും സോവിയറ്റ് റഷ്യ എന്ന രാജ്യം തന്നെ തച്ചുടച്ചു പോയി. ലെനിൻ്റെ പ്രതിമ പോലും എടുത്ത് തറയിലടിച്ചു എന്നുള്ളതാണ് സോവിയറ്റ് റഷ്യൻ്റെ കഥ, നടന്ന സംഭവം. അപ്പോൾ ഈ സ്റ്റാലിൻ പറയുന്നുണ്ട് എം പിമാരോട്, നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ജനങ്ങൾ, ഈ കോഴിയാണ് ജനങ്ങൾ. ജനങ്ങളുടെ സ്വഭാവം കോഴിയുടെ സ്വഭാവമാണ്. ഇപ്പോൾ കോഴിയെ ഞാൻ എന്തുമാത്രം കൂടുതൽ എല്ലാം പറിച്ചു കളഞ്ഞപ്പോഴും അതിന് വേദനിച്ചല്ലോ, രക്തമൊക്കെ എടുത്തല്ലോ, എന്നിട്ടും ആ കോഴി വന്ന് നമ്മൾ കൊടുത്ത ധാന്യം കഴിച്ചു. ഇതാണ് ജനങ്ങൾ. അവരെ എന്തുമാത്രം വേണമെങ്കിലും നമുക്ക് പീഡിപ്പിക്കാം, അവരെ വിശ്വാസത്തിലെടുക്കാതിരിക്കാം, അവരെ പുറത്ത് എന്ത് അഴിമതി നടത്താം, എന്തു വേണോ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്റ്റാലിൻ്റെ ഈ ധാന്യമണി കൊടുക്കുന്ന പരിപാടി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴത് ശരിയായിരുന്നു. പക്ഷെ കാലം സ്റ്റാലിനെയും എടുത്ത് ദൂരെ കളഞ്ഞു, ആ സോവിയറ്റ് രാജ്യം തന്നെ എടുത്തു കളഞ്ഞു, പല കഷ്ണങ്ങളായി. ഇപ്പോഴും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അഭംഗുരം തുടരുകയും ചെയ്യുന്നു. ഓരോ സമാധാനമില്ലാത്ത രീതിയിൽ ആ രാജ്യം വല്ലാത്ത രൂപത്തിൽ പിന്തിരിഞ്ഞ് തച്ചുടച്ചു പോയി. അതിനിടയിൽ ലെനിൻ്റെ പ്രതിമയുണ്ടായിരുന്നു മോസ്കോയിൽ. അതവിടുത്തെ യുവജനങ്ങളെല്ലാം കൂടി ആദ്യം അടിച്ചു പൊളിച്ചത് ലെനിൻ്റെ പ്രതിമയായിരുന്നു. ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഉച്ഛ്വാസമായി ശ്വസിക്കുക എന്നുള്ളതായിരുന്നു. ജനങ്ങൾക്ക് അപ്പവും കേരയിലും അതുപോലെ തന്നെ ഈ പറയുന്ന കിറ്റും പിന്നെ ദുരിതാശ്വാസവും ക്ഷേമനിധി പെൻഷനും ഇങ്ങനെ എന്തോ പറഞ്ഞാലും അതിനൊക്കെ അപ്പുറം ജനാധിപത്യത്തിൻ്റെ ഉച്ഛ്വാസവായു, അതല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ബഹുസ്വരതയുടെ വായു, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ നിളങ്ങൾ, സ്വാതന്ത്ര്യത്തിൻ്റെ വായുവാണ് നമുക്ക് വേണ്ടതെന്ന് ഇന്ത്യൻ ജനത പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഗോതമ്പ് മണിക്ക് വേണ്ടിയും അരിമണിക്ക് വേണ്ടിയും ഇന്ത്യൻ ജനത എങ്ങും പോയിട്ടില്ല. അത് വേറെ തമാശ. സോവിയറ്റ് റഷ്യയുടെ കഥ ഇവിടെ നമുക്ക് ബാധകമല്ല ഇന്ത്യയിൽ. കാരണം ഇന്ത്യയിൽ 2000 വർഷത്തോളം ഇന്ത്യയെ പലരും വന്ന് അടക്കി ഭരിച്ചിട്ടും ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല, ഈ ഗോതമ്പ് മണിയുടെ പുറകിലൊന്നും പോയില്ല. അഥവാ കുറച്ച് പേര് പോയെങ്കിൽ അവർ തിരിച്ചു വരികയും ചെയ്തു. പിന്നെ കുറച്ച് പേര് മാത്രമാണ്, വളരെ കുറച്ച് പേരെ പോയിട്ടുള്ളൂ, ഭൂരിപക്ഷം പോയില്ല. അപ്പോൾ അതുകൊണ്ട് പട്ടിണി കിടക്കുമ്പോഴും ഗോതമ്പ് മണിക്കോ അല്ലെങ്കിൽ അരിമണിക്കോ ഗോതമ്പ് മാവിനോ മഞ്ഞ മാവിനോ വേണ്ടിയിട്ടൊന്നും ആരും പോയില്ല എന്നുള്ള രസമുണ്ട് കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ സംഭവിച്ചു. പക്ഷെ കേരളത്തിൽ എന്തായാലും ആളുകൾക്ക് എന്ത് പീഡനം കൊടുത്താലും, അവരെ എന്തുമാത്രം തെറി പറഞ്ഞാലും, അവരെ സഹപ്രവർത്തകരെ കൂടെ നിന്നവരെ പരനാറിയെന്നും ചെറ്റയെന്നും വർഗവഞ്ചകനെന്നും ചെറ്റത്തരമെന്നും നുണേശനെന്നും നടേശനെന്നും എന്ത് പറഞ്ഞാലും, നുണറായി എന്നും എന്താ ആരായിക്കോട്ടെ, ഞാൻ XY എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു, നുണയുടെ ആശാനും എന്നൊക്കെ പറഞ്ഞാലും
കുഴപ്പമില്ല. എല്ലാ അശ്ലീലവും ചീത്തയൊക്കെ വിളിക്കാം. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ പപ്പു എന്ന് വിളിക്കാം. നമുക്ക് അദ്ദേഹം ഒരു പ്രാദേശിക നേതാവാണെന്ന് പറയാം. ഇതെല്ലാം നമുക്ക് ചെയ്യാം. യാതൊരു തത്വദീക്ഷയുമില്ലാതെ, പ്രതിപക്ഷ ബഹുമാനമില്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം. SDP പോലുള്ള, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള, PDP പോലുള്ള സംഘടനകൾ ഇപ്പോൾ ഏറ്റവും വലിയ മതേതര പാർട്ടികളാണെന്ന് നമുക്ക് പരസ്പരം കൈകൊടുത്ത് പിരിയാം. വളരെ മനോഹരമാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ്. ഇത്രമാത്രം അശ്ലീലമുള്ള, ഇത്രമാത്രം മോശമായിട്ടുള്ള, ഒരു രാഷ്ട്രീയവും ചർച്ച ചെയ്യാത്ത കെട്ടകാലത്തെ കാഴ്ചകളാണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ്. ജനാധിപത്യമേ കേഴുക എന്ന് മാത്രമേ പറയാൻ തോന്നുന്നുള്ളൂ. എന്തായാലും ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഈ മതേതരത്വവും എന്നൊക്കെ പറയുന്നത് ഇവിടെ എത്ര കാലം ഇനി ജീവനുണ്ടായിരിക്കും? എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ആനുകൂല്യം കിട്ടണം. നമ്മുടെ പൂട എടുത്തുകൊണ്ട് പോയാലും, മീശ എടുത്തുകൊണ്ട് പോയാലും, തലമുടി എടുത്തുകൊണ്ട് പോയാലും, നമ്മുടെ ഓരോ അവയവങ്ങളായി പറിച്ചു കൊണ്ടുപോയാലും അപ്പോഴും നമുക്ക് അന്നം മതി എന്ന് പറയുന്ന ഒരു ജനതയായി പരിതപിക്കരുത്. പരിണാമം സംഭവിക്കരുത്. കാരണം നമ്മുടെ പൈതൃകം അതല്ല. നമ്മുടെ പൈതൃകം ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ, സ്വാതന്ത്ര്യമാണ് അമൃതം എന്ന് വിശ്വസിക്കുന്ന ഒരു നാടാണ് ഇവിടെ. ഇവിടെ വളരെ കൃത്യമായി ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തുള്ള സർ CP-യെ കവിളിൽ വെട്ടിയ നാടാണിത്. അതുകൊണ്ട് കേരളത്തിൽ ഒരു ഭരണാധികാരിയും, ഇന്ത്യയിലും കേരളത്തിലും, ഭാരതത്തിലായാലും കേരളത്തിലായാലും, ജനങ്ങളുടെ ക്ഷമയെ 30 സെന്റിമീറ്റർ സ്കെയിൽ വെച്ചോ കയ്യിലിരിക്കുന്ന തെർമോമീറ്റർ വെച്ചോ അളക്കരുത്. ജനം വേറെ ലെവലാണ് സാർ.